നമുക്കൊരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ? ഇത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് ഞാൻ ഇതിനു മുന്നേ ഒന്നും ബീഫ് ബിരിയാണി വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് ബീഫ് ബിരിയാണി അത്ര ഇഷ്ടവുമല്ല. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാനിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ പുള്ളീക്കർ എന്നാന്ന് തോന്നുന്നു യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിനകത്ത് മെനഞ്ഞാന്നോ അതിൻ്റെ തലേന്നോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ ഷോർട്സ് ആയിട്ട് ബീഫ് ബിരിയാണിയുടേത്. ഞാൻ അതുപോലെയാണ് ചെയ്തത് കേട്ടോ. ഞാനിങ്ങനെയല്ല സാധാരണ ചെയ്യുന്നത്. പക്ഷേ സെറ്റെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാവേ. ഇവിടെ കുക്കറിനകത്ത് അത് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിനകത്ത് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 1/2 കിലോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയത്. അതിനകത്ത് തന്നെ കൊച്ചുള്ളിയും സവോളയും എല്ലാം അരിഞ്ഞത്. സവോള ഞാൻ 5 അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഒരു പിടി 2ആയിട്ട് പിളർന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 തക്കാളി. പിന്നെ ഇനി പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഈ ബിരിയാണി പച്ച കളറിലിരിക്കുന്നത് ഇഷ്ടം. മുളക് പൊടി ഇടുമ്പോൾ റെഡ് കളർ വരും, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി മസാല ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, അതും പൊടിച്ച് ഒരു ടേബിൾ സ്പൂണോളം അതും ഇടുന്നുണ്ടേ. പിന്നെ ഇതിനകത്ത് ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പോർഷൻ ഇതിനകത്ത് ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ തൈര് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമേ. 1/2 കിലോ ബീഫിന് ഞാൻ 1 കിലോ അരിയാണ് എടുത്തത് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബീഫ് കഴിക്കത്തില്ല, എനിക്ക് അലർജിയാണ് ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം സംഭവിച്ചതാണ്. അതിന് ശേഷം എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ മോളും കഴിക്കത്തില്ല കേട്ടോ. ഇച്ചാനും മൂത്ത മോളും കഴിക്കും, പപ്പായും കുറച്ചൊക്കെ കഴിക്കുന്നു, പക്ഷേ പപ്പയില്ല. പിന്നെ അമ്മച്ചിയും കഴിക്കത്തില്ല. അപ്പം ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിരുന്നാലും കഴിക്കാമല്ലോ. അപ്പം ഞാൻ ഇവിടെ ഉള്ളി സവോള നൈസായൊക്കെ അരിഞ്ഞത് നല്ലതുപോലെ മുരിച്ചെടുക്കുവാണെങ്കിൽ അതിനകത്തൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടും. ഇതെൻ്റെ മോളാണ്, മൂത്ത മോളാണ്. ആൾക്ക് വീഡിയോ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. പുരട്ടി വെച്ചേക്ക് നമ്മുടെ ബീഫ് എടുത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അതിനകത്തോട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ടേ. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിച്ചാൽ മതിയാകും. പിന്നെ വിസിലെന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് 4 വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലുമായിരുന്നു അടിച്ചത്. അരി വേവിക്കാൻ വെച്ചത് പുറത്ത് വിറകടുപ്പിലാണേ. അരി ഞാൻ പറഞ്ഞില്ലേ 1 കിലോ അരി ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ 1/2 കിലോ അരിയാണെങ്കിൽ മാത്രമേ ഞാൻ ഗ്യാസിൽ വെക്കത്തുള്ളൂ. അപ്പോൾ 1 കിലോ അരിയാകുമ്പോൾ ഒരുപാട് നേരം എടുക്കും, നമുക്ക് ഗ്യാസിൽ ആവിക്കാമല്ലോ അത്രയും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഒരു 3/4 കലം വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കൂട്ടുകൾ ബേ ലീഫും പട്ടയും ഏലക്കയും ഗ്രാമ്പും പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചോറൊട്ടത്തില്ല. പിന്നെ നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് വെള്ളം നല്ല തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഞാൻ നേരത്തെ ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തേക്കുന്ന അരി ചൈതന്യ റൈസാണേ. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ. 2-3 പേര് എന്നോട് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തതെന്ന്. എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വയ്യായിരുന്നു, മടിയായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പോഴത്തേന് നമുക്ക് കുക്കറിനകത്തിരിക്കുന്ന നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണമേ. ഞാൻ കാര്യം പറഞ്ഞാൽ ഈ ബീഫ് ബിരിയാണി ചെയ്തിട്ട് ഏകദേശം ഒരു 6-7 വർഷമെങ്കിലും ആവും. എപ്പോഴും ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി തന്നെയാണ്. എനിക്ക് കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്തതും ഇല്ല കേട്ടോ. പിന്നെ ബീഫ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുമ്പം കണക്ക് ഇവർക്ക് വരട്ടി കൊടുക്കും, അത്ര തന്നെ. പിന്നെ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80% ഒക്കെ വെന്ത് വന്നാൽ മതി. ബാക്കി നമുക്ക് ദമ്മിടുമ്പോഴത്തേന് അങ്ങനെ ചെയ്തെടുക്കാവേ. അപ്പം ഞാനതങ്ങ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വെള്ളം വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നതേ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമുക്ക് ഈ ബീഫ് പകുതി ഒഴിച്ചു കൊടുക്കാവേ. എന്തായാലും ഈ കുക്കറിനകത്ത് നമുക്ക് 1 കിലോ അരിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഈ ഒരു ചെറിയ ഉരുളിയുണ്ട്, 2 ഉരുളിയുണ്ട്. 1 കിലോ അരിയൊക്കെ ആണെങ്കിൽ ഇതിനകത്തായിരിക്കും ചെയ്യുന്നത്. 2 കിലോ അരി 3 കിലോ അരിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ വലിയൊരു ഉരുളിയുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് പകുതി ബീഫ് ഇട്ട് കൊടുത്തതിനകത്ത് നമുക്ക് നമ്മൾ ബിരിയാണി മസാല പൊടിച്ചെടുത്തായിരുന്നല്ലോ, അതൊരു 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന്
അരിഞ്ഞിട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് വെന്ത ചോറ് നമുക്ക് ഒരു 2-3 കരണ്ടി നല്ലതുപോലെ ഇട്ട് കൊടുക്കാവേ. അതൊന്ന് നല്ല വിടർത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ചെറിയ കിണ്ണത്തിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒന്ന് കലർത്തി വെച്ചായിരുന്നേ കളറിന് വേണ്ടി. പാലുണ്ടെങ്കിൽ നമുക്ക് പാലും എടുക്കാവേ. പാലില്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ചോറിട്ട് വീണ്ടും സെറ്റ് ചെയ്യാവേ. രണ്ടാമത്തെ വട്ടം ചോറൊന്നിട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ബാക്കിയിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് തട്ടിയിട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് പരത്തി അങ്ങിടാവേ. പിന്നെ 2-3 ദിവസം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിതെല്ലാം നല്ലതുപോലെ അങ്ങ് നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ സവോള മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ യെല്ലോ കളറ് അതും ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഞാൻ ഏറ്റവും മുകളിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാര്യം പറഞ്ഞാൽ ഇതിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് ദമ്മിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അണ്ടിപ്പരിപ്പെല്ലാം അങ്ങ് അങ്ങിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇട്ട് കൊടുക്കത്തില്ല. പിന്നെ ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഞാൻ കഴിക്കാൻ നേരമാകുമ്പോൾ ആ ചോറിനകത്ത് സാധാരണ എടുത്തിടുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇട്ട് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള നിങ്ങളുടെ പഴയ ദോശക്കല്ലുണ്ടെങ്കിലേ അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ ഉരുളി എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഞാനും ആ ഒരു 50 ഗ്രാമിൻ്റെ നെയ്യ് മൊത്തം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊഴിച്ച് എന്നിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു 3-4 തുള്ളിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അത് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. കുറേ ആളുകളൊക്കെ പൈനാപ്പിൾ കട്ട് ചെയ്തിടും. പക്ഷേ എനിക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തിടുന്നതിനേക്കാളും ഇഷ്ടം ഈ പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിക്കുന്നതാണ്. പിന്നെ കുറേ പേരൊന്നും ഒഴിക്കത്തില്ല. എന്നിട്ട് നമുക്ക് അടപ്പ് എടുത്ത് അടിച്ച് വെച്ചിട്ട് ഒരു കട്ടിയുള്ള കല്ലോ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് നമുക്ക് അടച്ച് വെച്ച് സെറ്റ് ചെയ്യാവേ. ഒരു 10-15 മിനിറ്റിന് ശേഷം നല്ല മണം വരുമ്പോഴത്തേന് നമുക്ക് തുറന്ന് നോക്കാവേ. എനിക്കിന്ന് ഈ വീഡിയോ എടുത്തുനിന്ന് എൻ്റെ മോളാണ് കേട്ടോ. എടുത്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവേ. ഇവിടെ കഴിക്കാനായിട്ട് സാലഡും പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ട്രിവാൻഡ്രം ഭാഗത്തോട്ടൊക്കെ ഒരു ചട്നിയും കൂടെ ചെയ്യും. പക്ഷേ അത് എനിക്കിഷ്ടമല്ല, എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമാണ്. സത്യം കാര്യം പറഞ്ഞാൽ ഇന്ന് ഞാനത് ചെയ്തില്ല. ഞാൻ ചിക്കൻ ബിരിയാണി സാധാരണ ഉണ്ടാക്കുമ്പോൾ അത് ചെയ്യും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പം സാലഡും പപ്പടവും മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ഇട്ട് മൂത്ത് വരുമ്പം വെന്ത ബീഫ് എടുത്തിട്ട് കൊടുത്ത് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതേ കണക്കൊന്ന് ചെയ്ത് കൊടുക്കണം എല്ലാവരും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതെൻ്റെ മൂത്താളും ഇളയാളുമാണേ. ഇനി ഞാൻ കഴിക്കാൻ പോവാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.